ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ? കാറ്റും മഴയൊക്കെ നന്നായിട്ടുണ്ടോ? അതുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇവിടെ നല്ല മഴയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ രാവിലെ പോകാനായിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കടല അടുപ്പ് വെച്ചിട്ടുണ്ട്. അതൊന്ന് തീർത്തിച്ചൊന്ന് വേണം. ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ടുള്ളൂ. ഉപ്പും മഞ്ഞളും ഇട്ട് ഞാൻ കടല അടുപ്പ് വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. പിന്നെ ഞാൻ വഴുതനങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വേഗം തന്നെ ഇന്ന് മെഴുക്കുവരട്ടി വയ്ക്കുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് കറി വയ്ക്കാം നമുക്ക്. കടല അടുപ്പ് വെച്ചാൽ അത് വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. വെയിറ്റ് ചെയ്ത് കാറ്റ് പോയതിന് ശേഷം നമുക്ക് ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലയും ഇതിൻ്റെ കൂടെ സോയാബീൻസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെയാണ് കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കറിയാക്കണം. ഞാൻ ഇതിലേക്കൊന്ന് ഇതൊന്ന് കറി വയ്ക്കാനായിട്ട് പോകാണ്ടോ. വഴുതനങ്ങ ഒന്ന് മെഴുക്കുവരട്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തീ കത്തിച്ച് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കണം. പച്ചമുളക് അല്ലാട്ടോ ഞാൻ ഇടുന്നത്, ഞാൻ കാന്താരി ഇടും. ഞങ്ങൾക്കിവിടെ കാന്താരി ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് കാന്താരി 2 കീറി ഇടുന്നേ ഉള്ളൂ. എട്ട് മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെറുതെ ഒരു 5:30 ആയപ്പോൾ മുതൽ പണി തുടങ്ങിയിരിക്കുന്ന. അരി പുറത്ത് അടുപ്പയിൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പുറത്ത് വിറകടുപ്പയിലാണ് അരി ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവോള, ഞാൻ എല്ലാത്തിനും കൂടി ഇച്ചിരി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് സവോള ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഈ പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അടുത്ത പച്ചമുളക് അരിഞ്ഞും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ വഴുതനങ്ങ ഇതാ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുകയാണ്. അതൊന്ന് ഞരടി ആദ്യം ഒന്ന് കഴുകിയെടുത്താണ്. വീണ്ടും ഒന്നും കൂടെ ഞാനിത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അരിഞ്ഞ് വെള്ളത്തിൽ അതിൻ്റെ കറയൊന്ന് പോകാനായിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇത് വാരിയിട്ട് കൊടുക്കാം. കറിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങ ഇതിവിടെ ഇരുന്ന് വേവാണ്. കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വറുത്തരച്ച് വയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ വറുക്കാനായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് വറുക്കണം. തീ കത്തിച്ച് അടുപ്പ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തീ നല്ല സിമ്മാക്കി വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. ഇതൊക്കെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് തീ നിർത്തിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഞാനിതാ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1-1.5 ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തതിൻ്റെ അനുസരിച്ചുള്ളതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അല്പം മീറ്റ് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. മീറ്റ് മസാലയോ ചിക്കൻ മസാല ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീറ്റ് മസാല ഞാൻ അല്പം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂണോളം ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്രയും ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താണ് ഞാൻ അത് വേവിച്ച് വെച്ച കടല. അതുകൊണ്ട് വീണ്ടും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതൊന്നും കൂടി ഒന്ന് ചൂടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ഇതിൽ തന്നെ കിടന്ന് ചൂടാകും. പക്ഷേ എന്നാൽ പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊടികളല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കും. അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ചൂടായത് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് കത്തിച്ച് കൊടുത്താലും മതി. കാരണം ചട്ടി എപ്പോഴും നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇങ്ങനെയൊന്ന്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൽ തന്നെ കിടന്ന് ഇതൊന്ന് മൂത്തോളും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിലേക്ക് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്.
അതിലേക്ക് ഞാനിന്ന് തീ കത്തിച്ച് ഇത് കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഞാൻ വേഗം തന്നെ എല്ലാം ചെയ്യുന്നതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞില്ല, അരിഞ്ഞ് വെക്കണം. അരിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഒരു ഉള്ളി ഒന്ന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. വഴുതനങ്ങ നമുക്ക് റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വഴുതനങ്ങ മെഴുക്കുവരട്ടി വെച്ചത് ഒന്ന് ശരിയായിട്ടുണ്ട്. അതൊന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഇത് കടുക് കൂട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. ഇത് കടുക് പൊട്ടിച്ചെടുത്തിട്ട് കടുക് പൊട്ടുന്നില്ല. അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കരിയാപ്പില ഇട്ടൊന്ന് വെക്കാനായിട്ട് മറന്നുപോയി, അതുകൊണ്ട് കരിയാപ്പില ഇത് ഇടാനില്ല. അതിലേക്ക് ഞാൻ സവോളയും കൂടെ അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു സവോള എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും, ഇത് വേഗം ഒന്ന് വഴന്നു വരാനായിട്ട്. ഇതിനൊക്കെ ഞാൻ കടലയ്ക്ക് ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചേക്കുന്നത്. ഉപ്പ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതലായിട്ട്. കടലയും സോയാബീൻസിൻ്റെ അരിയും കൂടെയാണ് കേട്ടോ, സോയാബീനും കൂടെയാണ് ഞാൻ വേവിച്ചേക്കുന്നത് കേട്ടോ. സോയാബീൻ പരിപ്പിൻ്റെ പയറ്, ആ പയറും കൂടെയാണ് ഞാനിത് പയറില്ല പയറും കൂടെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടെയാണ് ഞാൻ കറി വയ്ക്കുന്നത്. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ച് നമ്മൾ വറുത്തരച്ചില്ലേ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇന്ന് സ്കൂളുണ്ടോ? അത് ശനിയാഴ്ച നിങ്ങൾക്ക് പഠിത്തമൊക്കെ പിള്ളേർക്കൊക്കെ പഠിത്തം ഉണ്ടായിരിക്കില്ലേ? അപ്പം അതനുസരിച്ച് രാവിലെ പിള്ളേർക്കൊക്കെ ചോറ് കറികളൊക്കെ കൊടുത്തു വിടേണ്ടതുണ്ടല്ലോ അല്ലേ? രാവിലെ എഴുന്നേറ്റ് നമുക്ക് പിള്ളേർക്കൊക്കെ ചോറ് കറികളെല്ലാം കൊടുത്തു വിടണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് ശനിയാഴ്ച നിങ്ങൾക്ക് പഠിത്തം ഉണ്ടോ ഇല്ലയോ? ഇതാ ഞാനിതൊന്ന് കഴുകി ഒന്ന് ഒഴിക്കുവാണ് കേട്ടോ ഇതിലേക്ക്. നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. എത്ര വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ കടല വേവിച്ചതും കൂടെ ഞാൻ സോയാബീനും കടലയും കൂടെ വേവിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇത് കിടന്നൊന്നാകട്ടെ കേട്ടോ. ഇതിന് നിങ്ങൾ നീട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ഇതാ ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരല്പം വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിന് ഇച്ചിരി ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളൊരല്പം ഒരു 2-3 തുള്ളി വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി ഇതിൽ കൂടുതൽ നീണ്ടു വരണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നീട്ടിയെടുക്കാം. അല്ല കുറുകി വേണമെന്നുണ്ടെങ്കിൽ കുറുകിയാണെന്നുണ്ടെങ്കിൽ നീട്ടേണ്ട കാര്യമില്ല. അതേപോലെ കടലക്കറിയായി വഴുതനങ്ങ മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വറുത്തതുണ്ട് കേട്ടോ. ആ മീൻ വറുത്തതും കൂടി ആണ് ഉച്ചക്കത്തേക്ക് എടുക്കുന്നത്. ചോറ് വെന്തിട്ടില്ല, തീ കത്തിക്കുന്ന വിറകടുപ്പയിൽ കിടന്ന് വേവുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിത് പുട്ടാണ് ഉണ്ടാക്കുന്നത്. റാഗിയുടെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതും കൂടി ഒന്ന് നനച്ച് പുട്ടും കൂടി ഉണ്ടാക്കട്ടെ. ഈ
മല്ലിപ്പൊടിയാണ് കേട്ടോ, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയും. അതൊന്ന് നനച്ച്, അതാണ് പുട്ടിൻ്റെ പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നതെന്ന് കേട്ടോ. ഇതൊന്ന് നനച്ച് വെച്ചിട്ട് എനിക്ക് മിറ്റമൊക്കെ തൂക്കാനായിട്ട് പോകണം. നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. പുട്ടാകുമ്പോൾ ചൂടോടുകൂടി പുട്ട് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നനച്ച് വെച്ചിട്ട് പോയിട്ട് ഇതൊന്ന് നനച്ച് നമ്മളൊന്ന് വെച്ച് മുമ്പേ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കുതിർന്നിരുന്നോളും. അതിന് ശേഷം വന്നിട്ട് ഞാൻ പുട്ടുണ്ടാക്കുന്ന കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണമല്ലോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോകളും ഒക്കെ നല്ല നല്ല വീഡിയോകൾ എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. ഇതായത് പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പൊടി നനച്ച് ഞാൻ ഇതേപോലെ ഒന്ന് കൊത്തിയത് മൂടി വയ്ക്കും. തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ ഇനി മിറ്റമൊക്കെ മിറ്റവും പെരക്കാവും ഒക്കെ ഒന്ന് തുടച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.